+2 ഫിസിക്സ് കറണ്ട് ഇലക്ട്രിസിറ്റി എന്ന ചാപ്റ്ററിലെ സെൽ, EMF, ഇന്റേണൽ റെസിസ്റ്റൻസ് തുടങ്ങിയ ടോപ്പിക്കുകളാണ് ഈ ക്ലാസ്സിൽ പ്രതിപാദിക്കുന്നത്. ആദ്യമായി എന്താണ് ഒരു സെൽ എന്ന് നമുക്ക് നോക്കാം. A cell is a source of electrical energy which uses chemical reactions to produce electric current. കെമിക്കൽ റിയാക്ഷനിലൂടെ ഇലക്ട്രിക്കൽ എനർജിയെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു സോഴ്സ് ആണ് സെൽ. സെൽ ഈസ് എ സോഴ്സ് ഓഫ് ഇലക്ട്രിക്കൽ എനർജി വിച്ച് യൂസസ് കെമിക്കൽ റിയാക്ഷൻസ് ടു പ്രൊഡ്യൂസ് ഇലക്ട്രിക് കറണ്ട്. അല്ലെങ്കിൽ അല്പം കൂടി സിമ്പിൾ ആയിട്ട് പറഞ്ഞാൽ, ഇറ്റ് ഈസ് എ ഡിവൈസ് യൂസ് ടു മെയിൻറ്റെയിൻ കറണ്ട് ഇൻ എ സർക്യൂട്ട്. ഒരു സർക്യൂട്ടിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസ് ആണ് സെൽ. ഒരു സർക്യൂട്ടിൽ കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഡിവൈസിനെ നമ്മൾ സെൽ എന്നാണ് വിളിക്കുന്നത്. ഇലക്ട്രോലൈറ്റിക് സെല്ലിനെ കുറിച്ചാണ് ഇവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ആൻ ഇലക്ട്രോലൈറ്റിക് സെൽ ഈസ് എ ഡിവൈസ് used to maintain a steady current in a circuit. ഒരു സർക്യൂട്ടിൽ സ്റ്റഡി കറണ്ട് സാധ്യമാക്കുന്ന സെല്ലാണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇതിന് 2 ഇലക്ട്രോഡുകളുണ്ട്. ഒരു ഇലക്ട്രോലൈറ്റ് ലൈനിൽ ഈ 2 ഇലക്ട്രോഡുകളും ഇമേഴ്സ് ചെയ്തിരിക്കുന്നു. അപ്പം ഇലക്ട്രോലൈറ്റിക് സെൽ എന്ന് പറഞ്ഞാൽ സ്റ്റഡി കറണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഡിവൈസ് ആണ്. 2 ഇലക്ട്രോഡുകളുണ്ട്. ഈ 2 ഇലക്ട്രോഡുകളും ഒരു ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷനിൽ മുക്കി വെച്ചിരിക്കുന്നു. ഇലക്ട്രോലൈറ്റിക് സെല്ലിന്റെ ചിത്രമാണ് തന്നിരിക്കുന്നത്. ഒരു കണ്ടെയ്നറിൽ ഇലക്ട്രോലൈറ്റിക് സൊല്യൂഷൻ എടുത്തിരിക്കുന്നു. ഇതിലേക്ക് 2 ഇലക്ട്രോഡുകൾ, പോസിറ്റീവ് ഇലക്ട്രോഡ്, നെഗറ്റീവ് ഇലക്ട്രോഡും താഴ്ത്തി വെച്ചിരിക്കുന്നു. 2 ഇലക്ട്രോഡുകളും ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച് കണക്ട് ചെയ്തിരിക്കുന്നു. ഒരു എക്സ്റ്റേണൽ സർക്യൂട്ട് ഉപയോഗിച്ച് ഈ ഇലക്ട്രോഡുകൾ തമ്മിൽ കണക്ട് ചെയ്തിരിക്കുന്നു. ഇലക്ട്രോലൈറ്റ് എന്നാൽ ഒരു അയോണിക് കോമ്പൗണ്ട് ആണ്. അയോണിക് ഒരു കോമ്പൗണ്ടിന്റെ സൊല്യൂഷനാണ് ഇലക്ട്രോലൈറ്റ് എന്ന് പറയുന്നത്. ഇത് ലിക്വിഡായിട്ടോ അല്ലെങ്കിൽ പേസ്റ്റ് അല്ലെങ്കിൽ ജെല്ല് ആയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഡ്യൂ ടു ദ മൂവ്മെന്റ് ഓഫ് അയോൺസ് ഇൻ ദ ഇലക്ട്രോലൈറ്റ് there is a current flowing from negative electrode to positive electrode. ഇലക്ട്രോലൈറ്റിൽ കറണ്ട് ഫ്ലോ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്കാണ്. അയോണുകളുടെ മൂവ്മെന്റ് മൂലം നെഗറ്റീവിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക്, നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡിലേക്ക് ഒരു കറണ്ട് ഫ്ലോ ഇലക്ട്രോലൈറ്റിൽ ഉണ്ടാവും. ഇങ്ങനെ ഉണ്ടാകുന്ന കറണ്ട് ഫ്ലോ എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് എത്തുമ്പോൾ കറണ്ടിന്റെ ഡയറക്ഷൻ പോസിറ്റീവ് ഇലക്ട്രോഡ് ടു നെഗറ്റീവ് ഇലക്ട്രോഡ് ആയിരിക്കും. അപ്പം പറഞ്ഞു, ഇലക്ട്രോലൈറ്റിൽ നെഗറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് പോസിറ്റീവ് ഇലക്ട്രോഡുകളിലേക്ക് അയോണുകളുടെ മൂവ്മെന്റ് ഉണ്ടാകും. ഇങ്ങനെ ഉണ്ടാകുന്ന ഈ മൂവ്മെന്റ് കറണ്ട് ഈ സർക്യൂട്ടിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവ് ഇലക്ട്രോഡിൽ നിന്ന് നെഗറ്റീവ് ഇലക്ട്രോഡിലേക്കായിരിക്കും കറണ്ടിന്റെ ഡയറക്ഷൻ. ഇലക്ട്രോലൈറ്റിനുള്ളിൽ നെഗറ്റീവ് ടു പോസിറ്റീവ്, ഇലക്ട്രോലൈറ്റിനുള്ളിൽ നെഗറ്റീവ് ടു പോസിറ്റീവ് ഇലക്ട്രോഡ് ആൻഡ് എക്സ്റ്റേണൽ സർക്യൂട്ടിൽ പോസിറ്റീവ് ടു നെഗറ്റീവ് ഡയറക്ഷൻ. ഈ ഡയറക്ഷനിലായിരിക്കും കറണ്ട് ഫ്ലോ. Current flow inside the container is from negative electrode to positive. Outside the conductor it is from positive electrode to negative electrode. ഇങ്ങനെ കെമിക്കൽ എനർജിയെ ഇലക്ട്രിക്കൽ എനർജി ആക്കി മാറ്റുന്ന ഒരു ഡിവൈസ് ആണ് ഇലക്ട്രോലൈറ്റിക് സെൽ. ഇതിന്റെ ഒരു എക്സാമ്പിൾ ആണ് ഡാനിയൽ സെൽ. എന്താണ് ഒരു സെല്ലിന്റെ ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ് അല്ലെങ്കിൽ EMF എന്ന് നമുക്ക് നോക്കാം. The potential difference between the electrodes when no current flows through the cell is called electromotive force. ഇവിടെ ഫിഗർ ശ്രദ്ധിക്കുക. എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടില്ല, അതുകൊണ്ട് തന്നെ ഇതിലൂടെ ഒരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ഇലക്ട്രോഡുകൾ വെറുതെ ഈ സൊല്യൂഷനിലേക്ക് നമ്മൾ ഇമേജ് ചെയ്തിരിക്കുന്നത് മാത്രമേ ഉള്ളൂ. എക്സ്റ്റേണൽ സർക്യൂട്ട് ഇല്ല, അതുകൊണ്ട് തന്നെ ഇതിലൊരു കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ഇപ്പോൾ ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് ഈ സെല്ലിന്റെ EMF എന്ന് പറയുന്നത്. എക്സ്റ്റേണൽ സർക്യൂട്ട് കണക്ട് ചെയ്തിട്ടില്ല അല്ലെങ്കിൽ കറണ്ട് ഫ്ലോ ഉണ്ടാവുന്നില്ല. ആ സമയത്ത് ഈ 2 ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് EMF.
Potential difference between the electrodes when no current flows through the cell is called electromotive force or EMF. സെല്ലിലൂടെ കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതിന് മുമ്പ് ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് അതിന്റെ EMF എന്ന് പറയുന്നത്. കറണ്ട് ഫ്ലോ ഉണ്ടാകുന്നതിന് മുമ്പ് ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണ് EMF. EMFന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. EMFന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. അത് പൊട്ടൻഷ്യൽ ഡിഫറൻസ് ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. Then internal resistance. Internal resistance of a cell is the resistance offered by the electrolyte and electrodes of the cell when electric current flows through it. ഇലക്ട്രിക് കറണ്ട് സർക്യൂട്ടിലൂടെ കടന്നു പോകുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിലും അല്ലെങ്കിൽ ഇലക്ട്രോഡുകൾക്കിടയിലും അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇലക്ട്രിക് കറണ്ട് സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന സമയത്ത് ഇലക്ട്രോലൈറ്റിലും ഇലക്ട്രോഡുകളിലും അനുഭവപ്പെടുന്ന റെസിസ്റ്റൻസ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് റെപ്രസെന്റഡ് ബൈ സ്മോൾ ലെറ്റർ ആർ. സ്മോൾ ആർ എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ ഇന്റേണൽ റെസിസ്റ്റൻസിനെ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് എ റെസിസ്റ്റൻസ്, സോ ഇറ്റ്സ് യൂണിറ്റ് ഈസ് ഓം. ഇന്റേണൽ റെസിസ്റ്റൻസ് യൂണിറ്റ് ഓം ആണ്. What are the factors affecting internal resistance of a cell? Internal resistance ഏതൊക്കെ ഫാക്ടേഴ്സിനെ ഡിപ്പെൻഡ് ചെയ്യുന്നു അല്ലെങ്കിൽ ഏതൊക്കെ ഫാക്ടേഴ്സ് ആണ് ഇന്റേണൽ റെസിസ്റ്റൻസിനെ അഫക്റ്റ് ചെയ്യുന്നത് നമുക്ക് നോക്കാം. നമ്പർ 1, നേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ്. പലതരം ഇലക്ട്രോലൈറ്റുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. ഓരോ ഇലക്ട്രോലൈറ്റിനും ഇന്റേണൽ റെസിസ്റ്റൻസ് വ്യത്യാസമായിരിക്കും. അതുകൊണ്ട് ഇലക്ട്രോലൈറ്റിന്റെ സ്വഭാവം ഇന്റേണൽ റെസിസ്റ്റൻസിനെ സ്വാധീനിക്കുന്നു. അപ്പം ഏത് ഇലക്ട്രോലൈറ്റ് ആണോ ഉപയോഗിക്കുന്നത് എന്നനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെട്ടിരിക്കും. നമ്പർ 2, കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇന്റേണൽ റെസിസ്റ്റൻസ് ഓഫ് എ സെൽ ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ കോൺസെൻട്രേഷൻ ഓഫ് ഇലക്ട്രോലൈറ്റ്. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുന്നു. കാരണം കോൺസെൻട്രേഷൻ കൂടുമ്പോൾ ഇലക്ട്രോലൈറ്റിലെ അയോൺസിന്റെ അളവ് കൂടുന്നു. അതിന്റെ ഫലമായി കണ്ടക്ടിവിറ്റി കൂടും. ഇലക്ട്രോലൈറ്റിന്റെ കോൺസെൻട്രേഷൻ കൂടുമ്പോൾ അയോണുകളുടെ എണ്ണം കൂടുതലായിരിക്കും. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി കൂടുന്നു. കണ്ടക്ടിവിറ്റി കൂടുന്നു എന്ന് പറഞ്ഞാൽ ഫലത്തിൽ അതിന്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയുന്നു എന്നാണ് അർത്ഥം. അപ്പോൾ കോൺസെൻട്രേഷൻ കൂടിക്കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. നമ്പർ 3, നേച്ചർ ഓഫ് ഇലക്ട്രോഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിനനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് വ്യത്യാസപ്പെടാം. സാധാരണ നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ സിങ്ക്, കോപ്പർ, ലെഡ്, സിൽവർ ഇതൊക്കെയാണ് സാധാരണയായി നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡുകൾ. ഇവ ഓരോന്നും ഉപയോഗിക്കുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസിന് വ്യത്യാസം സംഭവിക്കും. അപ്പം ഓരോ ഇലക്ട്രോഡിന്റെ നേച്ചർ അനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസിന് വ്യത്യാസം വരാം. നമ്പർ 4, ഏരിയ ഓഫ് ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡ്സിന്റെ സർഫസ് ഏരിയ കൂടുന്നതിനനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. അപ്പം സർഫസ് ഏരിയ കൂടുതലുള്ള ഇലക്ട്രോഡുകൾ നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. അപ്പം സർഫസ് ഏരിയ കൂടിയ ഇലക്ട്രോഡുകൾ ഉപയോഗിച്ചാൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറയും. ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദ ഇലക്ട്രോഡ്സ്. ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം കുറയുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസും കുറയും. അടുത്താണ് ഇലക്ട്രോഡുകൾ ഇരിക്കുന്നതെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇലക്ട്രോഡുകൾ അകലുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടും. അപ്പോൾ ഇലക്ട്രോഡുകൾ തമ്മിലുള്ള അകലം കുറയുന്നതിനനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസ് കുറഞ്ഞു വരും. നമ്പർ 6, യൂസേജ് ഓഫ് ഇലക്ട്രോഡ്സ്. നമ്മൾ ഉപയോഗിക്കുന്ന ഇലക്ട്രോഡിന്റെ പഴക്കം. പുതിയ ഇലക്ട്രോഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. ഇലക്ട്രോഡിന്റെ പഴക്കം കൂടുന്നതിനനുസരിച്ച് ഇന്റേണൽ റെസിസ്റ്റൻസും കൂടും. അപ്പം പുതിയ ഇലക്ട്രോഡുകൾ യൂസ് ചെയ്താൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കുറവായിരിക്കും. പഴയ ഇലക്ട്രോഡുകളാണ് നമ്മൾ യൂസ് ചെയ്യുന്നതെങ്കിൽ ഇന്റേണൽ റെസിസ്റ്റൻസ് കൂടാനാണ് സാധ്യത. ദെൻ ടെമ്പറേച്ചർ ഓഫ് ദ സൊല്യൂഷൻ. ഇലക്ട്രോലൈറ്റിന്റെ ടെമ്പറേച്ചർ കൂടുന്നതിനനുസരിച്ച് അയോൺസിന്റെ മൊബിലിറ്റി ഇൻക്രീസ് ചെയ്യുന്നു. അതിന്റെ ഫലമായി കണ്ടക്ടിവിറ്റിയും ഇൻക്രീസ് ചെയ്യുന്നു. അപ്പോൾ ടെമ്പറേച്ചർ കൂടിക്കഴിഞ്ഞാൽ അയോണുകളുടെ മൊബിലിറ്റി കൂടും. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി കൂടും. സോ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിക്രീസസ് വെൻ ടെമ്പറേച്ചർ ഓഫ് ഇലക്ട്രോലൈറ്റ് ഇൻക്രീസസ്. ടെമ്പറേച്ചർ കൂടുമ്പോൾ ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. ടെമ്പറേച്ചർ കൂടുമ്പോൾ അയോണുകളുടെ മൊബിലിറ്റി കൂടും. അതിന്റെ ഫലമായിട്ട് കണ്ടക്ടിവിറ്റി ഇൻക്രീസ് ചെയ്യും. തൽഫലമായിട്ട് ഇന്റേണൽ റെസിസ്റ്റൻസ് ഡിക്രീസ് ചെയ്യും. Current flowing through the external circuit. EMF E യും ഇന്റേണൽ റെസിസ്റ്റൻസ്
സ്മോൾ ആർ ആയിട്ടുള്ള ഒരു സെല്ല് നമ്മൾ കൺസിഡർ ചെയ്യുകയാണ്. ക്യാപിറ്റൽ ആർ എന്ന ഒരു എക്സ്റ്റേണൽ റെസിസ്റ്റൻസ് സർക്യൂട്ടിൽ കണക്ട് ചെയ്തിരിക്കുന്നു. അപ്പം തന്നിരിക്കുന്ന സെല്ലിൻ്റെ EMF E ആണ്, അതിൻ്റെ ഇന്റേണൽ റെസിസ്റ്റൻസ് സ്മോൾ ആർ ആണ്, നമ്മൾ എക്സ്റ്റേണൽ കണക്ട് ചെയ്തിരിക്കുന്ന റെസിസ്റ്റർ ക്യാപിറ്റൽ ആർ ആണ്. നമ്മൾ ആദ്യം തന്ന ഫിഗർ ഒന്ന് നോക്കുക. Then the current flowing through the circuit, അങ്ങനെയെങ്കിൽ സർക്യൂട്ടിലൂടെ ഫ്ലോ ചെയ്യുന്ന കറണ്ട് is equal to EMF divided by total resistance. The current flowing through the circuit is equal to EMF divided by total resistance. കറണ്ട് നമ്മൾ I എന്ന് റെപ്രസെന്റ് ചെയ്യുന്നു. I is equal to EMF E divided by total resistance. Total resistance is the sum of external resistance and internal resistance, that is capital R plus small r. External resistance capital R ആണ്, അതുപോലെ internal resistance of the cell small r ആണ്. അപ്പോൾ sum total resistance R plus R. Current I is equal to E divided by R plus R. ഇതിൽ നിന്ന് EMF of the cell നമുക്ക് കണ്ടുപിടിക്കാം. ഇപ്പോൾ കിട്ടിയ ഇക്വേഷനിൽ നിന്ന് EMF കണ്ടുപിടിക്കാം. E is equal to I into capital R plus I into small r. EMF of the cell E is equal to IR plus IR, where small r internal resistance and capital R external resistance connected between the electrodes, I current through the circuit. Terminal potential difference. Terminal potential difference is the potential difference between two electrodes when the cell is in a closed circuit. ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിൽ സെല്ല് കണക്ട് ചെയ്യുമ്പോൾ അവയുടെ ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് പറയുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ഇലക്ട്രോഡുകൾ ഒരു ക്ലോസ്ഡ് സർക്യൂട്ടിലാണ് കണക്ട് ചെയ്യുന്നതെങ്കിൽ ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMF കണ്ടുപിടിക്കാനായിട്ട് എക്സ്റ്റേണൽ സർക്യൂട്ടിന്റെ ആവശ്യമില്ലായിരുന്നു. നമ്മൾ പറഞ്ഞു വെറുതെ ഇലക്ട്രോലൈറ്റിലേക്ക് രണ്ട് ഇലക്ട്രോഡുകൾ നമ്മൾ ഇമേജ് ചെയ്യുന്നു, അപ്പോൾ ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിനാണ് നമ്മൾ EMF എന്ന് പറയുന്നത്. എന്നാൽ അതൊരു എക്സ്റ്റേണൽ സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ, ക്ലോസ്ഡ് സർക്യൂട്ടിലേക്ക് കണക്ട് ചെയ്താൽ അപ്പോൾ ഈ രണ്ട് ഇലക്ട്രോഡുകൾക്കിടയിൽ അനുഭവപ്പെടുന്ന പൊട്ടൻഷ്യൽ ഡിഫറൻസിന് നമ്മൾ പറയുന്ന പേരാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ V എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ക്യാപിറ്റൽ V എന്ന ലെറ്റർ ഉപയോഗിച്ചാണ് ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത്. ഇതിന്റെ യൂണിറ്റ് വോൾട്ട് ആണ്. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് V is equal to ER divided by R plus R. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കാണാനുള്ള ഇക്വേഷൻ ആണ് V is equal to ER divided by R plus R. ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് ഓഫ് ദ സെൽ EMF-നേക്കാൾ കുറവായിരിക്കും. ഒരു സെല്ലിന്റെ EMF-നേക്കാളും കുറവായിരിക്കും അതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ അതിന്റെ ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് കുറവായിരിക്കും, സെല്ലിന്റെ EMF കൂടുതലായിരിക്കും. EMF-ന്റെ വാല്യൂവിനേക്കാൾ കുറവായിരിക്കും ടെർമിനൽ പൊട്ടൻഷ്യൽ ഡിഫറൻസ് എന്ന് പറയുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ EMF ആൻഡ് പൊട്ടൻഷ്യൽ ഡിഫറൻസ്. EMF-ഉം പൊട്ടൻഷ്യൽ ഡിഫറൻസും തമ്മിലുള്ള വ്യത്യാസങ്ങൾ എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. EMF of a cell is measured when the circuit is open, but potential difference is measured when the circuit is closed. EMF is independent of external resistance, but potential difference depends on external resistance. EMF is the cause of electric current. Potential difference is the effect of electric current. ടോപ്പിക്കുകൾ എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അടുത്ത ക്ലാസ്സിൽ നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു.